Good afternoon, everyone. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, miss. Okay, good afternoon. Okay, start ചെയ്യാം. Yeah. Start ചെയ്തോളൂ. Prayer ചൊല്ലാം മിസ്. പ്രപഞ്ചമാകെ വെളിച്ചം ഇടയ്ക്കും പ്രതിഭാസമേ സർഗ പ്രതിഭാസമേ പ്രണമിക്കുന്നു പ്രസാദമരുളേണമേ അക്ഷരദീപം കൊളുത്തി അത്ഭുതലോകം വിടർത്തി അക്ഷരദീപം കൊളുത്തി അത്ഭുതലോകം വിടർത്തി വിശ്വം വിജ്ഞാനനിധി തേടുന്നു ഞങ്ങൾ വിജ്ഞാനനിധി തേടുന്നു പ്രപഞ്ചമാകെ വെളിച്ചം വിതയ്ക്കും പ്രതിഭാസമേ സർഗ പ്രതിഭാസമേ പ്രണമിക്കുന്നു പ്രസാദമരുളേണമേ പ്രസാദമരുളേണമേ. Okay. Signing out, ma'am. If you can change your mind, you can change your life. നിങ്ങൾക്ക് മനസ്സ് മാറ്റാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ ജീവിതവും മാറ്റാൻ നിങ്ങൾക്ക് കഴിയും. Sign in by Fatima. Okay. പിന്നെ ഇനിയിപ്പോ ട്യൂസ്ഡേ ഇംഗ്ലീഷ് ക്ലാസ് ആയിരിക്കും കേട്ടോ. ഓക്കെ. ജിഷ മിസ് ലീവിലാണോ മാം? ഹലോ. ജിഷ മിസ് ലീവിലാണോ? ഇല്ല. ജിഷ മിസ് ഇന്നലെ ജിഷ മിസ് ആയിരുന്നില്ലേ? ഇന്നത്തെ ക്ലാസ് അല്ലല്ല അപർണ മിസ് ആയിരുന്നു. ഇന്നലെ അപർണ മാഡമായിരുന്നു. ഓക്കെ. ഇംഗ്ലീഷിന്റെ ചൊവ്വാഴ്ച ആയിരിക്കും കേട്ടോ. ട്യൂസ്ഡേ ആണ് ഇംഗ്ലീഷ് ഉണ്ടാവാം. സോ പ്രയർ നമ്മൾ മാക്സിമം ഇംഗ്ലീഷ് ക്ലാസ്സിലെ ഇംഗ്ലീഷ് പ്രയർ ചൊല്ലാൻ ശ്രദ്ധിക്കുക. കുറച്ചുകൂടി നല്ലതാണ്. ഓക്കെ മാം. Yeah, just wait a second. ഓക്കെ. നമ്മള് പ്രപ്പോസിഷൻ ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് അല്ലെ? എവിടെയായിരുന്നു? എവിടെ വരെ എഴുതി പ്രപ്പോസിഷൻ? എന്തോ പറയൂ. ഡ്യൂറിംഗ് ഫോർ ആ മൂന്നെണ്ണം എടുത്തു. 4 വരെ എടുത്തു. 4 വരെ എടുത്തു. In or at? Since during 4. Yeah, since during 4. ഇനി by and between ഉള്ളൂ അല്ലെ? ഓക്കെ. അതുകൊണ്ട് പേര് എഴുതാം. ഇനി by. നെക്സ്റ്റ് by ആണ്. Preposition by. ഓക്കെ. by എന്ന് പറയുന്ന പ്രപ്പോസിഷൻ യൂസ് ചെയ്യുന്നത് ട്രാവൽ എഴുതാം. ട്രാവൽ വിത്തോ നമ്മുടെ ടെക്സ്റ്റിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ലല്ലോ. ഏതൊക്കെയാണ് ടെക്സ്റ്റിലുള്ളത്? in, on, at, since, during, for,
ബൈ, ബിറ്റ്വീൻ. ഇത്രയും പ്രപ്പോസിഷൻസ് ആണ് നമ്മൾ ടെക്സ്റ്റിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ബൈ എഴുതാം. ഇനി ബൈയും ബിറ്റ്വീനും ഉള്ളൂ, ബാക്കിയെല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. മിസ് പറഞ്ഞായിരുന്നു ഓഫും ടു ഒക്കെ പറഞ്ഞു തരാം, ആവശ്യമുള്ള പ്രപ്പോസിഷൻസ് പറഞ്ഞു തരാന്ന് പറഞ്ഞായിരുന്നു. അതെന്താണോ പ്രപ്പോസിഷൻ നമുക്ക് ഇതിപ്പോ കംപ്ലീറ്റ് ആവട്ടെ. അപ്പൊ ചാപ്റ്റർ വൈസ് നമ്മുടെ കംപ്ലീറ്റ് ആവുമല്ലോ. അതിനുശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഞാൻ പറഞ്ഞു തരും, ഇല്ല എന്നല്ല. നമുക്ക് പ്രപ്പോസിഷൻ പറയുകയാണെങ്കിൽ ഒരുപാട് പ്രപ്പോസിഷൻസ് ഉണ്ട്. അപ്പൊ ക്ലാസ്സിൽ നീണ്ടു പോകും. നമുക്ക് ഇനി അടുത്തത് ടെൻസ് എടുക്കുകയാണെങ്കിൽ ടെൻസിന്റെ കൂടെ നമ്മൾ പ്രപ്പോസിഷൻ യൂസ് ചെയ്യുമ്പോൾ ആ ടൈമിൽ നമുക്ക് പ്രപ്പോസിഷനെ കുറിച്ച് പറയുന്നതാണ് കുറച്ചിട്ട് നല്ലത്, അല്ലേ? അല്ലെങ്കിൽ നമ്മൾ ടെൻസ് എടുക്കാനായിട്ട് കുറച്ച് ലേറ്റ് ആകും. കാരണം ടെൻസ് എന്ന് പറയുന്നത് ഒരു അത്യാവശ്യം എടുക്കാൻ ഒരുപാടുണ്ട്. അപ്പൊ ഇപ്പൊ തുടങ്ങിയാലേ നമുക്ക് കോഴ്സ് കംപ്ലീറ്റ് ആകുമ്പോഴേക്കും എന്തെങ്കിലും സെന്റൻസിനെ മേക്ക് ചെയ്യാൻ പറ്റണ്ടേ. അപ്പോ ടെൻസ് എടുക്കുന്ന ടൈമിൽ നമുക്ക് പ്രപ്പോസിഷനൊക്കെ ആവശ്യമായിട്ട് വരും. ഓഫ് ആണെങ്കിലും വിത്ത് ആണെങ്കിലും ഒരു സെന്റൻസ് മേക്ക് ചെയ്യുമ്പോൾ ഇതൊക്കെ ആവശ്യമായിട്ട് വരും. ആ ടൈമിൽ നമുക്ക് ടെൻസിന്റെ ഒപ്പം തന്നെ ഇനി ബാക്കിയുള്ള ഡൗട്ടുള്ള പ്രപ്പോസിഷൻസ് ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അത് മതി. യെസ് മാം, അത് മതി. അപ്പോ ഈ ചാപ്റ്റർ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. പ്രപ്പോസിഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ഈ ബൈ ആൻഡ് ബിറ്റ്വീൻ കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം കംപ്ലീറ്റ് ആകും. അതിനുശേഷം നമുക്ക് ആ ചാപ്റ്റർ വൈസ് മോക്ക് ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോ ബൈ എന്ന് പറയുന്ന പ്രപ്പോസിഷൻ നമ്മള് ട്രാവൽ, കമ്മ്യൂണിക്കേഷൻ എഴുതിക്കോളൂട്ടോ. ട്രാവൽ, കമ്മ്യൂണിക്കേഷൻ, മെത്തേഡ് ഓഫ് പേയ്മെന്റ്, ട്രാവൽ, കമ്മ്യൂണിക്കേഷൻ, method of payment, then time. ഇത്രയും സ്ഥലങ്ങളിൽ നമ്മൾ ബൈ എന്ന് പറയുന്ന പ്രപ്പോസിഷൻ യൂസ് ചെയ്യും. അവിടേക്കാണ് ട്രാവൽ, കമ്മ്യൂണിക്കേഷൻ, മെത്തേഡ് ഓഫ് പേയ്മെന്റ് ആൻഡ് ടൈം. ഓക്കെ, ഫസ്റ്റ് ട്രാവൽ പറയാം. ട്രാവൽ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഓൺ ഒക്കെ പറയുമ്പോൾ ലാർജ് വെഹിക്കിൾ ആണെങ്കിൽ ഓൺ, സ്മോൾ വെഹിക്കിൾ ആണെങ്കിൽ ഇൻ പറഞ്ഞു. അത് ഞാൻ കാറിലാണ് എന്നൊക്കെ പറയുന്നതാണ്. പക്ഷെ ഇവിടെ ട്രാവൽ എന്നൊരു മെത്തേഡ് വരുമ്പോൾ ഞാൻ കാറിലാണ് വന്നത് എന്ന് പറയുമ്പോ അല്ലെങ്കിൽ ഇപ്പോ അവര് കാറിലാണ് വന്നത്, they came by car എന്ന് പറയണം. അല്ലെങ്കിൽ they traveled by car എന്ന് പറയണം. സോ ട്രാവൽ ആണെങ്കിലും അവർ വന്നത് എന്ത് ത്രൂ ആണ്? കാറ് വഴിയാണ് വന്നത്, അല്ലെ? കാറിലൂടെയാണ് വന്നത്, ബസ്സിലൂടെയാണ് വന്നത്, അല്ലെങ്കിൽ ടാക്സിയിലൂടെയാണ് വന്നത്. അപ്പോൾ ട്രാവലിംഗ് എന്ന് പറയുന്ന ഒരു പോർഷൻ വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ബൈ ആണ്. ഇവിടെ ലാർജ് വെഹിക്കിൾ എന്നോ സ്മോൾ വെഹിക്കിൾ എന്നോ ഒന്നുമില്ല. ഏത് വെഹിക്കിളിന്റെ കൂടെയും നമുക്ക് ബൈ എന്ന് പറയുന്ന പ്രപ്പോസിഷൻ ആഡ് ചെയ്യാവുന്നതാണ്. Is it clear? ക്ലിയർ ആണോ? അത് സിംഗുലർ ആണെങ്കിലും പ്ലൂരൽ ആണെങ്കിലും ബൈ തന്നെയല്ലേ? ഇത് ദേ എന്നുള്ളത് പറഞ്ഞോണ്ട് ചോദിക്കാണ്. അവര് വന്നത് പറയുമ്പോ മാത്രമേ ഉള്ളൂ, അതോ ഒരാൾ ഒറ്റക്ക് പറയുകയാണെങ്കിലും ബൈ? ആരാണെങ്കിലും I will go by car, അല്ലെങ്കിൽ I will go by taxi. ഞാൻ ടാക്സിയിൽ പോകും. മനസ്സിലായോ? ഇവിടെ സിംഗുലർ ആണെങ്കിലും പ്ലൂറൽ സബ്ജക്ട് ആണെങ്കിലും എന്തിന്റെ കൂടെയും നമുക്ക് ബൈ എന്ന് പറയുന്ന പ്രപ്പോസിഷൻ യൂസ് ചെയ്യാം. ട്രാവൽ ത്രൂ ആണെങ്കിൽ, ട്രാവലിംഗ് ആണ് ഉദ്ദേശിക്കുന്നെങ്കിൽ. മനസ്സിലായോ? മനസ്സിലായി. അപ്പൊ നീ ഇപ്പൊ എവിടെയാണ്? ഞാൻ കാറിലാണ് എന്ന് പറയുമ്പോ I'm in the car എന്ന് പറയാം. അല്ലാതെ നീ എങ്ങനെയാണ് വരുന്നേ? ഞാൻ വന്നത് ഇങ്ങനെയാണ്, അല്ലെ? They went by bus. അവര് ബസ്സിലാണ് പോയത്. They went by bus. അപ്പൊ ട്രാവലിംഗ് ആ ഒരു ഇത് കാണിക്കണമെങ്കിൽ നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ടത് ബൈ എന്ന് പറയുന്ന പ്രപ്പോസിഷൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് കമ്മ്യൂണിക്കേഷൻ. ഈ ബൈ എന്ന് പറയുന്ന ത്രൂ ആണ്. എന്ത് ത്രൂ ആണ്? നമ്മൾ വന്നത് കാറിലൂടെയാണ്. അപ്പൊ ആ ഒരു എന്താണ്, എന്തിലൂടെയാണ് വന്നത്, അങ്ങനെ ഒരു എങ്ങനെയാണ് നീ പോയത്, ആ ഒരു ട്രാവലിംഗ്, ആ ത്രൂ ആണ് നമ്മൾ ബൈ എന്ന് പറയുന്ന പ്രപ്പോസിഷൻ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് കമ്മ്യൂണിക്കേഷൻ. നമുക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനായിട്ട് ഒരുപാട് മാർഗങ്ങളുണ്ട്. എന്തൊക്കെ ത്രൂ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും? ഫോൺ വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, മെയിൽ വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, പോസ്റ്റ് വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെ? അപ്പോ നമ്മൾ ഏതൊക്കെ വഴിയിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു? ഇപ്പോ I spoke to her by phone. ഞാൻ എന്താണ്
ഫോണിലൂടെയാണ് നമ്മളോട് സംസാരിച്ചത് അല്ലെ. ഐ സ്പോക്ക് ടു ഹർ ബൈ ഫോൺ. അപ്പൊ നമുക്ക് ബൈ ഫോൺ പറയാം, ബൈ മെയിൽ പറയാം, ബൈ പോസ്റ്റ് പറയാം. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഏത് മെത്തേഡ് നമുക്ക് ബൈ എന്ന് പറയുന്ന പ്രപ്പോസിഷൻ വെച്ചിട്ട് പറയാം. ഓക്കെ, ക്ലിയർ ആണോ? ആ ഒരു ത്രൂ ആണ്, ആ ഒരു രീതിയിലൂടെ എന്ന് പറയുന്ന പോലെ. അതുപോലെ തന്നെയാണ് മെത്തേഡ് ഓഫ് പേയ്മെന്റ്. നമ്മൾ ഇടയ്ക്ക് ചോദിക്കും, നമ്മൾ എവിടെയെങ്കിലും ബാങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഷോപ്പിലോ ഒക്കെ ചെയ്യുമ്പോൾ ചോദിക്കും അവര് ക്യാഷ് ആണോ കാർഡാണോ എന്ന് ചോദിക്കും അല്ലെ. അപ്പൊ നമ്മൾ എന്ത് പറയും? ബൈ കാർഡ്, ബൈ ക്യാഷ് ആണെന്ന് പറയും. അതെന്താണ്? ക്യാഷ് ആയിട്ടാണ് നമ്മൾ പേ ചെയ്യുന്നത്. അല്ലെങ്കിൽ കാർഡാണെങ്കിൽ ബൈ കാർഡ്, അല്ലെങ്കിൽ എന്താ ബൈ GPay പറയാം. ഏതൊക്കെ വഴി? ബൈ ചെക്ക് ആണെങ്കിൽ ബൈ ചെക്ക് പറയാം. അപ്പൊ എന്ത് ത്രൂ ആണോ നമ്മൾ പേയ്മെന്റ് ചെയ്യുന്നത് അവിടെ നമ്മൾ യൂസ് ചെയ്യാം ബൈ എന്ന് പറയുന്ന പ്രപ്പോസിഷൻ ആണ്. ഓക്കെ, ക്ലിയർ ആണോ? ഇത്രയും എടുത്ത് നിങ്ങൾക്ക് മനസ്സിലായോ? യെസ് മാം. യെസ്. ഓക്കെ, ദെൻ പിന്നെ പറഞ്ഞത് ടൈം ആണ്. ടൈം നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും ഒരു ലാസ്റ്റ് ഡേറ്റ് ഉണ്ട്. ഇപ്പൊ എന്തെങ്കിലും കോഴ്സിന് അപ്ലൈ ചെയ്യണമെങ്കിലും എന്ത് കാര്യം ചെയ്യുമ്പോൾ ഒരു ലാസ്റ്റ് ഡേറ്റ് വരും അല്ലെ. ഈ നാളത്തോടു കൂടി എന്താണ് ഈ ഓഫർ അവസാനിക്കും എന്നൊക്കെ പറയും അല്ലെ. അല്ലെങ്കിൽ നാളത്തോടു കൂടി നമ്മൾ ഈ ആപ്ലിക്കേഷൻ എന്താണ് അവസാനിക്കും എന്നൊക്കെ പറയില്ലേ. സബ്മിറ്റ് ചെയ്യേണ്ട ടൈം അവസാനിക്കും. അപ്പൊ നാളെയോടുകൂടി അല്ലെങ്കിൽ ടൈം ആണെങ്കിൽ 11 മണിയോടുകൂടി, മനസ്സിലായോ? അങ്ങനെ ഒരു മീനിങ് വരും. അപ്പോ നമ്മൾ ഒരു സെന്റൻസ് പറയുകയാണെങ്കിൽ പ്ലീസ് സെൻഡ് us the payment by tomorrow. നാളെയോട് കൂടി നിങ്ങൾ പേയ്മെന്റ് സെൻഡ് ചെയ്യണം അല്ലെ. പ്ലീസ് സെൻഡ് us the payment by tomorrow. നാളെയോട് കൂടി സെൻഡ് ചെയ്യണം. നാളത്തെ കഴിഞ്ഞാൽ ലാസ്റ്റ് ഡേറ്റ് ആണ്. നാളെ ലാസ്റ്റ് ഡേറ്റ് ആണ്. നാളത്തെ കഴിഞ്ഞാൽ നമുക്ക് ടൈം കഴിയും. അപ്പോ ലാസ്റ്റ് ഡേറ്റ് കാണിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ബൈ എന്ന് പറയുന്ന പ്രപ്പോസിഷൻ ആണ്. അത് ടൈമിന്റെ കൂടെയും നമുക്ക് ടുമാറോ എന്ന് പറയാം. അതൊക്കെ ടൈം അല്ലേ ശരിക്കും അല്ലെ. അപ്പൊ ആ രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇനി അടുത്തൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗസ്റ്റ് വിൽ വെക്കേറ്റ് ദ റൂം ബൈ 11 AM. 11 മണിയോടുകൂടി ഗസ്റ്റ് നമ്മുടെ റൂം വെക്കേറ്റ് ചെയ്യും. അതുപോലെ സബ്മിഷൻ ഡേറ്റ് ഒക്കെ പറയുമ്പോൾ ബൈക്കാരല്ലേ കൊടുക്കുക. എന്തെങ്കിലും അസൈൻമെന്റ് സബ്മിഷൻ ലാസ്റ്റ് ഡേറ്റ്, സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് അങ്ങനെ കൊടുക്കാം, ബൈ വെച്ച് കൊടുക്കാം. ഓക്കെ, നിങ്ങൾ എക്സാമ്പിൾസ് ഒക്കെ എല്ലാവരും എഴുതിയോ? മിസ് ഇപ്പൊ പറഞ്ഞതൊക്കെ എഴുതി. ഇനി ഇതിന്റെ ടൈമിന്റെയും കൂടെ എഴുതാനുള്ളൂ. Please send us the payment. Please send us the payment by tomorrow. Okay. Then guest will vacate the room by 11 AM. Guest will vacate their room by 11 AM. Okay. അപ്പൊ ടൈം ഇങ്ങനെയാണ് നമ്മൾ ബൈ പ്രപ്പോസിഷൻ യൂസ് ചെയ്യേണ്ടത്. പിന്നെ വേറൊരു കാര്യം നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മുടെ റിപ്പോർട്ട് സ്പീച്ചിലൊക്കെ കേട്ടിട്ടുണ്ട് ബൈ ഹിം, ബൈ ഹർ അല്ലെ. അവളാൽ എന്നുള്ള ആ ഒരു മീനിങ് ആണ് അവര്. അവളാൽ, അവനാൽ. അതായത് the picture was painted by him. The picture was painted by him എന്ന് പറഞ്ഞാൽ എന്താണ്? അവളാൽ വരച്ച ഒരു പിക്ചർ ആണ് അല്ലെ. ആ പിക്ചർ അവള് വരച്ചതാണ്, അവളാൽ വരയ്ക്കപ്പെട്ടതാണ്. The picture was painted by him എന്ന് പറയാം. അല്ലെങ്കിൽ the picture was painted by her എന്നും പറയാം. മനസ്സിലായോ? അപ്പൊ അവളാൽ, അവനാൽ എന്നൊരു മീനിങ്ങും കൂടെ ഈ ബൈ എന്ന് പറയുന്ന പ്രപ്പോസിഷനുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. എവിടെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഈ ബൈ എന്ന് പറയുന്ന പ്രപ്പോസിഷൻ യൂസ് ചെയ്യേണ്ടത്? എല്ലാം ക്ലിയർ ആയോ? ക്ലിയർ ആയോ? എല്ലാവർക്കും ക്ലിയർ ആയോ? ഒരുപാട് ആലോചിക്കേണ്ട, കാരണം നമ്മൾ മിക്കതും യൂസ് ചെയ്യുന്നതാണ് ബൈ. നമ്മൾ മിക്കപ്പോഴും യൂസ് ചെയ്യുന്നതാണ്, പക്ഷെ ഇതൊന്നും അറിഞ്ഞ ടൈമില് നമ്മൾ യൂസ് ചെയ്തത്. ഇപ്പൊ കുറച്ച് റിട്ടേൺ ബൈ എന്നൊക്കെ പറയൂലേ, അതൊക്കെ വരും എക്സാമ്പിൾ ആയിട്ട്? മനസ്സിലായില്ല. ഇങ്ങനെ നമ്മളിങ്ങനെ ഓരോ ബുക്കൊക്കെ റിട്ടേൺ ചെയ്യില്ല, അപ്പൊ അയാളുടെ പേരായിട്ട് വില്യം ഷേക്സ്പിയർ റിട്ടേൺ ബൈ എന്നൊക്കെ പറഞ്ഞിട്ട് അയാളുടെ ബുക്ക് അങ്ങനെ ആയിട്ടൊക്കെ പറയും. അതെ അതെ, റിട്ടേൺ ബൈ ആ പേരും ആവാട്ടോ, ആരെങ്കിലും ആവാം. ബൈ ഹെറും ബൈ ഹിം ബൈ എനിവൺ നെയിം ആവാം, എന്തോ ആവാം. അപ്പോ ഷേക്സ്പിയറാൽ എഴുതപ്പെട്ടതാണ് ആ ബുക്ക്
എന്നൊരു മീനിങ് ആണ് വരാം അല്ലെ. ഓക്കെ, അപ്പൊ അത്രയാണ് ബൈ എന്ന് പറയുന്ന പ്രൊപ്പോസിഷനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് ബിറ്റ്വീൻ ആണ്. ബിറ്റ്വീൻ മീനിങ് വരുന്നത് ഇടയിൽ എന്നാണ്. ഇടയിൽ, ഓക്കെ, രണ്ടിനും ഇടയിൽ എന്നൊക്കെ പറയില്ലേ, രണ്ട് വ്യക്തികൾക്കിടയിലാണ് ഞാൻ നിൽക്കുന്നത്, അല്ലെങ്കിൽ രണ്ട് ചുമരുകൾക്കിടയിലാണ് ഞാൻ നിൽക്കുന്നത് എന്നൊക്കെ പറയും. അപ്പൊ ഇടയിൽ എന്നൊരു മീനിങ്ങിലാണ് ബിറ്റ്വീൻ നമ്മൾ യൂസ് ചെയ്യാം. എക്സാമ്പിൾ, ഐ എം സ്റ്റാൻഡിങ് ബിറ്റ്വീൻ ടു വാൾസ്. ഐ എം സ്റ്റാൻഡിങ് ബിറ്റ്വീൻ ടു വാൾസ്. ഐ എം സ്റ്റാൻഡിങ് ബിറ്റ്വീൻ ടു വാൾസ്. ഒന്നുകൂടെ പറയാം മാം. ആണോ മിസ് വാൾസ് ആണോ ഉദ്ദേശിച്ച, ചുമരാണോ? ആ, ചുമരാണ്. ഓക്കെ മിസ്. നെക്സ്റ്റ് ഏതാ? Between us, he is more active. Between us, he is more active. മിസ് ഒരു ഡൗട്ട് ചോദിക്കട്ടെ. എമങ്ങും ബിറ്റ്വീനും തമ്മിൽ വ്യത്യാസമില്ലേ? എമങ് ദം, ബിറ്റ്വീൻ ടു എണ്ണത്തിന്റെ ഇടയിൽ മാറ്റം വരുമ്പോഴാണ് ബിറ്റ്വീൻ വെക്കുക, അത് അസും ഉപയോഗിക്കും ബിറ്റ്വീൻ അസ്? ഇപ്പൊ പറയുന്ന കുറച്ച് പേര്, രണ്ടാള്, കുറച്ച് പേർക്കിടയിൽ എന്ന് പറയും. എമങ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഇടയിൽ എന്ന് പറയും. മനസ്സിലായോ? ഒരുപാട് ആൾക്കാർ ഉപയോഗിക്കാം അല്ലെ? ബിറ്റ്വീൻ അസ് ഉപയോഗിക്കാൻ പറ്റുമല്ലേ? ബിറ്റ്വീൻ അസ്, ഞങ്ങളല്ലേ, ഞങ്ങളെന്ന് പറയുമ്പോൾ കുറച്ച് പേരുണ്ടോ. ഒരുപാടാണെങ്കിൽ മാത്രമാണ് എമങ് വരും. ഓക്കെ, ഇപ്പൊ എന്താ പറയാ, ഐ സോ ഓൾ എമങ് ദ ലീവ്സ്. ഞാൻ ഇലകൾക്കിടയിൽ ഒരു മുയെ കണ്ടു എന്ന് പറയുമ്പോ എങ്ങനെ പറയും? അല്ലെങ്കിൽ ഞാൻ ഇലകൾക്കിടയിൽ ഞാൻ ഒരു ബേർഡിനെ കണ്ടു. I saw a bird among the leaves. Yeah, I saw a bird among the leaves. ലീഫ് എന്ന് പറയുമ്പോ ഒന്നോ രണ്ടോ കുറച്ചോ ഉള്ള അല്ലെ, ഒരുപാടുണ്ടാവും. അപ്പൊ ഒരുപാട് ഇലകൾക്കിടയിൽ നമ്മള് ഒരു ബേർഡിനെ കണ്ടു. അപ്പൊ അത്രയും ഒരുപാട് കാര്യങ്ങൾക്കിടയിൽ എന്ന് പറയുമ്പോൾ എമങ് ആണ് വരുന്നത്. ഓക്കെ, yeah, between us he is more active. Then just keep the secret between us. ഇനിയിപ്പോ സ്റ്റുഡൻസിനിടയില് ഞാനാണ് ആക്റ്റീവ് എന്ന് എങ്ങനെയാ പറയാ? അല്ലെങ്കിൽ സ്റ്റുഡൻസിനിടയില് അവരാണ് ആക്റ്റീവ്. among the students, I am the active. among the students കേട്ടോ. ഒരുപാടുണ്ടെങ്കിൽ നമ്മൾ എമങ്ങും, കുറച്ചുണ്ടെങ്കിൽ ബിറ്റ്വീൻ ആണ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ അത്? അപ്പൊ എമങ് പഠിച്ചു. ഓക്കെ, അപ്പോ ക്ലിയർ ആണോ? ബിറ്റ്വീൻ ക്ലിയർ ആണോ? അതേപോലെ ടൈം യൂസ് ചെയ്യാമോ? ടൈമോ? ടൈം യൂസ് ചെയ്യാലോ. ഐ ഹാവ് എ മീറ്റിംഗ് ബിറ്റ്വീൻ 2 PM and 3 PM അങ്ങനെ യൂസ് ചെയ്യും. അതെ, പറയാം. ടൈം യൂസ് ചെയ്യാം, ഏജ് യൂസ് ചെയ്യാം, ഇയർ യൂസ് ചെയ്യാം, എന്ത് യൂസ് ചെയ്യാം. അപ്പോ എവിടെയെങ്കിലും ന്യൂയോർക്ക്, ബിറ്റ്വീൻ ഇത്ര വർഷം മുതൽ ഇത്ര വർഷം വരെ ഞാൻ അവിടെ ന്യൂയോർക്കില് താമസിച്ചിരുന്നു എന്ന് പറയണം അല്ലെ. അപ്പൊ ആ ഇയർ ഗ്യാപ്പ് നമുക്ക് മെൻഷൻ ചെയ്യണമെങ്കിൽ ബിറ്റ്വീൻ പറയും. They lived in New York
between 1990 and 2000 എന്ന് പറയാം. ആ ഒരു ടൈമിൽ അവരോട് താമസിച്ചിരുന്നു. ഇനിയിപ്പോ ഏജ് ആണ് പറയുന്നെങ്കിൽ ഞാൻ എക്സാമ്പിൾ എഴുതാം. A child develops rapidly between the age of 13 and 60. ഈ ടൈമിലാണ് എന്താണ് ഒരു കുട്ടി പെട്ടെന്ന് വളരുന്നത് അല്ലെ. A child develops rapidly between the ages of 13 and 60. അപ്പൊ ഏതിന്റെ കൂടെ ബിറ്റ്വീൻ യൂസ് ചെയ്യും? മനസ്സിലായോ? Is it clear or not? മാം എമംഗ് ഒന്ന് പറയോ? എമംഗ് ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് കാര്യങ്ങൾക്കിടയിൽ. ഇപ്പൊ ബിറ്റ്വീൻ അസ് എന്ന് പറയുമ്പോൾ കുറച്ചു പേരാണ്. ഇത് ഒരുപാട് ഇപ്പൊ ഒരു ജനക്കൂട്ടത്തിനിടയിൽ എന്നൊക്കെ പറയുമ്പോ എമംഗ് യൂസ് ചെയ്യാം. ഒരുപാട് എന്തുണ്ടോ അതിന്റെ ഇടയിൽ എന്ന് പറയണമെങ്കിൽ നമ്മൾ എമംഗ് എന്ന് പറയുന്ന പ്രപ്പോസിഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്. മനസ്സിലായോ? ബിറ്റ്വീൻ പറയുമ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ. 1-2 പേരോ അല്ലെങ്കിൽ 5-10 പേരൊക്കെ ഉണ്ടാവുള്ളൂ. അസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഞങ്ങൾ, അത് കുറച്ചു പേരേ ഉണ്ടാവുള്ളൂ. അപ്പൊ അത്രയും ഇടയിൽ പറയുന്നത് ബിറ്റ്വീനും, ഒരുപാട് ഇതിൽ പറയുന്നത് എമംഗുമാണ്. ഓക്കെ, റാപ്പിഡ്ലി വന്നാൽ പെട്ടെന്നാണ്. പെട്ടെന്ന് റാപ്പിഡ്ലി. ക്ലിയർ ആണോ? അപ്പൊ പ്രിപ്പോസിഷൻ ചാപ്റ്റർ ടെക്സ്റ്റില് എക്സ്പ്ലെയിൻ ചെയ്തത് വരെ നമ്മളിപ്പോ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഏകദേശം കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. ആ ചാപ്റ്റർ കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ പ്രപ്പോസിഷൻ നിങ്ങൾ ഇനിയും അറിയാനുണ്ട്, അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാം. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇപ്പൊ ക്ലാസ്സിൽ എടുത്തത് വരെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എടുത്ത പ്രപ്പോസിഷൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഉണ്ടോ? ഇല്ല. ഇല്ലെന്നാണ് ഉദ്ദേശിക്കുന്നത്. പറയൂ, ഡൗട്ട് ഉണ്ടോ ഇല്ലയോ? ക്ലിയർ ആണ് മിസ്സേ, ഇന്നെടുത്തത് കുഴപ്പമില്ല, ക്ലിയർ ആണ്. എനിക്ക് മുന്നത്തെയോ പ്രപ്പോസിഷൻ ചാപ്റ്റർ ആണോ? ഇതിന്റെ മുന്നത്തെ ഞാൻ റെക്കോർഡ് ക്ലാസ് കേട്ടിട്ടില്ല. ഞാനിപ്പോ ഈ ക്ലാസ്സിലാണ് പ്രപ്പോസിഷന്റെ ഇരുന്നിട്ടുള്ളത്. അതെനിക്ക് ക്ലിയറാ. ഓക്കെ, അപ്പോ പ്രപ്പോസിഷൻ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നാളെ അതിന്റെ ഒരു മോക്ക് ടെസ്റ്റ് ഉണ്ടാവും. അറ്റൻഡ് ചെയ്യാൻ നോക്കാം. ഓക്കെ, മോക്ക് ടെസ്റ്റ് സിമ്പിൾ ആണ്, പേടിക്കണ്ട. ഓക്കെ, ജസ്റ്റ് ഒന്ന് റെക്കോർഡ് ക്ലാസ് കാണാം, അല്ലെങ്കിൽ നോട്ട്സ് ഒക്കെ ഒന്ന് റിമൈൻഡ് ചെയ്താൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. സിമ്പിൾ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പൊ എന്തെല്ലാം നമ്മൾ കവർ ചെയ്തു? ബേസിക് തുടങ്ങിയാണെങ്കിൽ നമ്മുടെ പാർട്സ് ഓഫ് സ്പീച്ചിൽ തന്നെ വെർബ് കംപ്ലീറ്റ് ചെയ്തു. നൗൺ, പ്രൊനൗൺ, വെർബ്, preposition അല്ലേ? എത്രയല്ലേ? adjective, adverb, noun phrase, clause, phrase, clause എല്ലാം ഇത്രയും കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ടെക്സ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഏകദേശം ഒരു ബേസിക് ഇടുന്നുണ്ട് എല്ലാവർക്കും. ഓക്കെ ആണോ എന്ന് തോന്നുന്നു? ഇത്രയും എടുത്തിട്ട് നിൽക്കാൻ തോന്നുന്നു. കുറച്ചെങ്കിലും മനസ്സിലായിട്ടുണ്ടോ? മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ടെൻസിലേക്ക് പോയാലോ? ഏറ്റവും കൺഫ്യൂഷൻ ഉള്ള, പേടിയുള്ള ഒരു പോർഷൻ ആണ് എന്ത്? ടെൻസ്. ടെൻസിലേക്ക് പോയാലോ? എല്ലാവരും റെഡിയാണോ? എല്ലാവർക്കും പഠിക്കാനും അറിയാനും ഇൻട്രസ്റ്റ് ഉള്ള ഒരു പോർഷൻ ആണ് അല്ലെ?
ഓക്കെ, ടെൻസ് എടുക്കുമ്പോ ഞാൻ വെർബില് പറഞ്ഞു വെച്ച ഒരു കാര്യമുണ്ട്, ഓക്സിലറി. ഓർക്കുന്നുണ്ടോ? ഓക്സിലറീസ്, പ്രൈമറി ഓക്സിലറീസും പ്രൊഡാല്, ഇത് രണ്ടും ഞാൻ ടെൻസ് എടുക്കുമ്പോ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോ വെർബ് നമ്മൾ കംപ്ലീറ്റ് ആകും. അതും കൂടെ പറഞ്ഞ പിന്നെ വെർബില് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, കംപ്ലീറ്റ് ആകും. ഓക്കെ, ഓക്കെ മാം. ഓക്കെ, അപ്പോ എഴുതിക്കോളൂ. ടെക്സ്റ്റ് എടുക്കാം. ടെൻസസ് എന്ന് പറഞ്ഞ മെയിൻ ഹെഡിങ്, വലിയൊരു ഹെഡിങ് കൊടുക്കാം. ടെൻസസ്. മിസ് യൂണിറ്റ് 4 അല്ലേ ടെൻസസ്? നിങ്ങളുടെ യൂണിറ്റ് 4 ടെൻസിനെ ഒരുപാട് അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല കേട്ടോ. അതായത് പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ് ഒന്നും പറഞ്ഞിട്ടില്ല. അവര് വെർബ് വൈസ് ആണ്, സെന്റൻസ് വൈസ് ഒക്കെയാണ് ടെൻസ് എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് പ്രസന്റ് ടെൻസ് എന്താണ്, പാസ്റ്റ് ടെൻസ് എന്താണ് എന്ന് അറിയാണ്ട് നിങ്ങൾ ഇത് പഠിച്ചതിന് ശരിയാകോ? ഇല്ല. ഇപ്പോ ഈ കൊടുത്തിരിക്കുന്ന സെന്റൻസ് ഐ വേക്ക് അപ്പ് അറ്റ് 6 o'clock എന്ന് പറയുന്ന സെന്റൻസില് നിങ്ങൾക്ക് ഇപ്പോ പഠിച്ചത് വെച്ച് നോക്കുകയാണെങ്കിൽ കാര്യം മനസ്സിലായി, ശരിയല്ലേ? എല്ലാ വെർബ് ഉണ്ട്, പിന്നെന്താണ് പ്രപ്പോസിഷൻ ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോ ഓക്കെ, കുറച്ചൊക്കെ മനസ്സിലാവുന്നുണ്ട് അല്ലേ? ഇനിയിപ്പോ നിങ്ങളോട് ഞാനത് ഏത് ടെൻസാന്ന് വെച്ച് നിങ്ങൾക്ക് മനസ്സിലാവും. ഐ വേക്ക് അപ്പ് അറ്റ് 6 o'clock എന്ന് പറയുന്ന സെന്റൻസ് ഏത് ടെൻസ് ആണെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റുമോ? സിമ്പിൾ പ്രസന്റ്. പ്രസന്റ് ടെൻസ് അല്ലേ? ഓക്കെ, പ്രസന്റ് ടെൻസ് ആണ്. പ്രസന്റ് ടെൻസിൽ ഏത് ടെൻസ് ആണ്? സിമ്പിൾ പ്രസന്റ്. സിമ്പിൾ പ്രസന്റ് ആണോ? സിമ്പിൾ പ്രസന്റ്. ഇനി ഇതോ? അതെ. ഇനി ഇത് he has packed his luggage എന്ന് പറയുന്ന സെന്റൻസ് ഓ? ഏത് ടെൻസ് ആണ്? അറിയില്ല. പ്രസന്റ് കണ്ടിന്യൂസ്. പ്രസന്റ് കണ്ടിന്യൂസ് അല്ല, പാസ്റ്റ് പെർഫെക്റ്റ്. പാസ്റ്റ് ടെൻസ് അല്ലേ? പാസ്റ്റ് അല്ല, പാസ്റ്റ് പെർഫെക്റ്റ് അല്ല. പ്രസന്റ് പെർഫെക്റ്റ്. എന്നാ പിന്നെ പ്രസന്റ് പെർഫെക്റ്റ്. പ്രസന്റ് പെർഫെക്റ്റ്. ഓക്കെ, അപ്പോ അതറിയണ്ടേ? അതറിഞ്ഞാലല്ലേ നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ടെൻസ് എന്താണെന്ന് അറിയണം. ടെൻസ് എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമാണ് ഈ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അല്ലാതെ ഇപ്പോ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഈ സെന്റൻസ് പറഞ്ഞു അത് പാസീവ് വോയിസിലാക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ? ഇല്ല. ഫസ്റ്റ് ടെൻസ് എന്താണെന്ന് അറിയണം. ടെക്സ്റ്റില് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല, സോ നമുക്കത് ചെയ്യാം. ബുക്ക് എടുക്കാം, ടെൻസസ് എഴുതാം. എത്ര ടെൻസ് ഉണ്ട് നമുക്ക്? എത്ര ഫോംസ് ഉണ്ട്? പ്രസന്റ് ടെൻസ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പ്രസന്റ്, പാസ്റ്റ്, എന്തോ മെയിൻ ആയിട്ട് 3 ടെൻസ്, പിന്നെ അതിനെ ഓരോന്നിനെയും 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അതെ, മെയിൻ ടെൻസ്, പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ. ഇതില് ഓരോ ടെൻസിനും 4 ആക്ഷൻസ് വീതമുണ്ട്. പ്രസന്റിലാണെങ്കിൽ സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അതുപോലെ തന്നെ പാസ്റ്റിലുണ്ട് സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഫ്യൂച്ചറിലുണ്ട് സിമ്പിൾ ഫ്യൂച്ചർ, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഓക്കെ, സോ എല്ലാ ടെൻസിനെയും ഒരു നോട്ട്ബുക്കിന്റെ ഒറ്റ പേജിൽ അങ്ങോട്ട് എഴുതി പ്രസന്റ് ടെൻസ് എഴുതിയിട്ട് ഏതൊക്കെ ടെൻസ് ഉണ്ട്? സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ആ 4 ടെൻസും പ്രസന്റ് ടെൻസിൽ എഴുതാം. നെക്സ്റ്റ്
പാസ്റ്റ് ടെൻസ് എഴുതിയിട്ട് അതും 4 എണ്ണമായിട്ട് എഴുതാം, 4 ആക്ഷൻസ് എഴുതാം. ദെൻ ഫ്യൂച്ചർ ടെൻസ് അതിന്റെയും 4 ആക്ഷൻസ് എഴുതാം. ഓക്കെ, അപ്പൊ ഒറ്റ നോട്ടത്തില് അത് കണ്ടാല് എന്താണ്, ആ പേജ് കണ്ടാല് ടെൻസ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അതിനുശേഷം നമുക്ക് ഓരോ ടെൻസും വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, എഴുതി കഴിയുമ്പോ പറയണം. കഴിഞ്ഞോ? കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്തൊരു ഹെഡിങ് എഴുതാം, പ്രസന്റ് ടെൻസ്. മെയിൻ ഹെഡിങ് എഴുതാം, പ്രസന്റ് ടെൻസ്. പ്രസന്റ് ടെൻസിലെ സിമ്പിൾ പ്രസന്റ് ആണ് നമ്മൾ പറയാം. മെയിൻ ഹെഡിങ് പ്രസന്റ് ടെൻസ് കൊടുത്തിട്ട് സ്മോൾ ഹെഡിങ് സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്ന് കൊടുക്കും. സിമ്പിൾ പ്രസന്റ് ടെൻസ്. ഓക്കെ, സ്ട്രക്ചർ എഴുതാം. നമ്മൾ ഓരോ ടെൻസ് പഠിക്കുമ്പോഴും നമുക്ക് എല്ലാത്തിനും ഒരു സ്ട്രക്ചർ ഉണ്ട് അല്ലെ. ഒരു സെന്റൻസ് ഫോം ചെയ്യണമെങ്കിൽ നമുക്ക് സ്ട്രക്ചർ ആവശ്യമാണ്. സോ സ്ട്രക്ചർ എഴുതാം. സബ്ജക്ട് പ്ലസ് V1. ഞാൻ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്. സബ്ജക്ട് പ്ലസ് V1. എടുത്തിട്ടുണ്ടല്ലോ, ഇതൊരു വട്ടം എടുത്തിരുന്നു. ജസ്റ്റ് പറഞ്ഞു പോയിട്ടുണ്ടാവുമായിരിക്കുള്ളൂ. അല്ലല്ല, പറഞ്ഞിരുന്നു, കാര്യമായിട്ട് പറഞ്ഞിരുന്നു. ഹാബിറ്റ്സ്, റൂട്ടീൻസ്, പെർമനന്റ് സിറ്റുവേഷൻസ്, ഫാക്ട് അല്ലെങ്കിൽ യൂണിവേഴ്സൽ ട്രൂത്ത്, ടൈം ടേബിൾ, ഷെഡ്യൂൾസ്, അതൊക്കെ വരുന്നല്ലേ, അതെടുത്തിരുന്നു. അതെടുത്തിരുന്നു. പ്രസന്റ് കണ്ടിന്യൂസ് വരെ എടുത്തിരുന്നു. പ്രസന്റും പ്രസന്റ് കണ്ടിന്യൂസും. നോട്ട് ചെയ്തോളൂ കേട്ടോ. സ്റ്റാർട്ട് ചെയ്യാറേ, ഇനി നമ്മളോട് കണ്ടിന്യൂ ചെയ്ത് പോകും. നോട്ട് ചെയ്തിക്കോ. ഓക്കെ, സബ്ജക്ട് പ്ലസ് V1. നമ്മള് അതൊക്കെ എവിടെയാണ് യൂസ് ചെയ്യുന്നതാണ് പറഞ്ഞത്. അതായത് ഹാബിച്വൽ ആക്ഷൻ ആണെങ്കിലും യൂണിവേഴ്സൽ ട്രൂത്ത്, ഇതൊക്കെയാണ് നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. സ്ട്രക്ചർ വൈസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? സ്ട്രക്ചർ വൈസ് പറഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പറഞ്ഞിട്ടുണ്ടോ? ഇല്ല മാം. ഓക്കെ, എഴുതാം സബ്ജക്ട് പ്ലസ് V1. ഇവിടെ സബ്ജക്ട് എല്ലാവർക്കും അറിയാലോ. എത്ര സബ്ജക്ട് ഉണ്ട് നമുക്ക്? I, you, we, they, he, she, it, everybody. ഇതൊക്കെയാണ് സബ്ജക്ട് എന്ന് പറയുന്നത്. അത് പ്ലൂറൽ സബ്ജക്റ്റും സിംഗുലർ സബ്ജക്റ്റും അല്ലേ? ഈ ഭാഗം നോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു മിസ്സേ. എന്തോ? ഈ ഭാഗം നോട്ട് മിസ് തന്നിട്ടുണ്ടായിരുന്നോ? തന്നിരുന്നോ? അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നോ? നോട്ട് ഇട്ടൊക്കെയല്ല, ഈ ഭാഗം നമ്മളെ കുറച്ച് പറഞ്ഞതിന് ശേഷമാണ് മിസ് പറഞ്ഞത് നമുക്ക് ഇനി വെർബ് പഠിച്ചതിന് ശേഷം ടെൻസ്ക്ക് വിശദമായിട്ട് വരാന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ നമ്മള് അത് മാറ്റി പിടിക്കുക ചെയ്തത്, വെർബക്ക് പിടിക്കുക ചെയ്തത്. ശരി ശരി, ഓർമ്മയുണ്ട് എനിക്ക്. ഇതിലെ
ഓക്സിലറി വെർബിനെ കുറിച്ചിട്ടൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് പറഞ്ഞു. പിന്നെ പെർഫെക്റ്റ് അത് അവിടെ എത്തിയപ്പോഴാണ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ അവിടെ എത്തിയപ്പോഴാണ് മിസ് പറയുന്നത് നമുക്ക് അത് പഠിച്ചതിന് ശേഷം ഇതൊക്കെ വരാന്ന്. നോട്ടൊക്കെ എഴുതിയിട്ടുണ്ട്, കുറച്ചൊക്കെ നോട്ട് എഴുതിയിട്ടുണ്ട്. സിമ്പിൾ പ്രസന്റും ഫുള്ളായിട്ട് എഴുതിയിരിക്കണം, പ്രസന്റ് കണ്ടിന്യൂസും ഫുള്ളായിട്ട് നോട്ട് എഴുതിയിരിക്കണം. നോട്ട് എഴുതിയിട്ടുണ്ട്. അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എല്ലാവരും എഴുതിയിട്ടുണ്ടോ നോട്ട്? അത് നല്ലോണം ക്ലിയർ ആയതായി നമ്മൾ അത്യാവശ്യം ക്ലിയർ ചെയ്തതിന് ശേഷം പിന്നെ വെർബിക്ക് പോയത്. ഓക്കെ, ഇവിടെ ഞാൻ പറഞ്ഞു, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ഇത് തന്നെയാണോ ഞാൻ പറഞ്ഞത് നോക്കാം. ഓക്കെ ഓക്കെ മിസ്സേ. സ്ട്രക്ചർ സബ്ജക്ട് പ്ലസ് V1 ആണ്. നമ്മുടെ സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ സിംഗുലർ വേർബും പ്ലൂരൽ സബ്ജക്റ്റിന്റെ കൂടെ പ്ലൂരൽ വേർബും ആണ് യൂസ് ചെയ്യുക. അപ്പൊ സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ ഹി ഷീ ഇറ്റ് എവരിബഡി ആണ് സിംഗുലർ സബ്ജക്റ്റ്. പ്ലൂരൽ സബ്ജക്റ്റ് ഐ യു വി ദേ. ഓക്കെ, ഒരു വേർബിനെ നമ്മൾ പ്ലൂരൽ ആക്കണമെങ്കിൽ എന്താണ്? റൈറ്റ് എന്ന് പറയുന്ന വേർബ് പ്ലൂരൽ വേർബ് ആണ്, അതിന് പ്ലൂരൽ ആക്കാനൊന്നുമില്ല. സിംഗുലർ ആക്കണമെങ്കിൽ വേർബിന്റെ കൂടെ നമ്മൾ എസ് ആഡ് ചെയ്യണം. അപ്പൊ വേർബിന്റെ കൂടെ എസ് ആഡ് ചെയ്യുമ്പോൾ അത് സിംഗുലർ വേർബ് ആകും. അപ്പൊ സിംഗുലർ സബ്ജക്റ്റിൽ കൂടെ നമുക്ക് സിംഗുലർ വേർബ് യൂസ് ചെയ്യാം. ഹി റൈറ്റ്സ് എന്നാണ്, ഹി റൈറ്റ്സ്. ഇനി ഐ ആണെങ്കിൽ ഐ റൈറ്റ്. ഓക്കെ, ഇതുവരെയും ക്ലിയർ ആണ്, ഡൗട്ടും കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, അന്ന് പ്രസന്റ് അതൊരു കാര്യം ചെയ്യും. സിമ്പിൾ പ്രസന്റ് വെച്ചിട്ട് കുറച്ച് എക്സാമ്പിൾസ് എന്ന് പറഞ്ഞേ. ആ എക്സാമ്പിൾസ് അവിടെ എഴുതി വെക്കും, സെന്റൻസ് ആയിട്ട് പറയും കേട്ടോ. ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ട് പറയാം. അപ്പൊ ഞാൻ പറഞ്ഞു ഹി റൈറ്റ്സ്, ഒബ്ജക്റ്റ് ഇല്ല, ഒബ്ജക്റ്റ് പറയണം. ഹി റൈറ്റ്സ് എ ലെറ്റർ. ലെറ്റർ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ആണ്. ഹി റൈറ്റ്സ് എ ലെറ്റർ എന്ന് പറയുമ്പോൾ അതിന്റെ മലയാളം വരുന്നത് അവൻ എഴുതുന്നു എന്നൊരു മലയാളമാണ്. അപ്പൊ മലയാളം കൂടെ എഴുതി വെക്കും. ഹി റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ അവൻ എഴുതുന്നു, ഹി റൈറ്റ്സ്. ഇനി ഹി സിങ്സ് ആണെങ്കിൽ അവൻ പാടുന്നു. അപ്പൊ എഴുതുന്നു, പാടുന്നു, ചെയ്യുന്നു എന്നൊരു മീനിങ്ങിലാണ് സിമ്പിൾ പ്രസന്റ് നമ്മൾ യൂസ് ചെയ്യാം മലയാളത്തിൽ. ഓക്കെ, കുറച്ച് എക്സാമ്പിൾസ് കൂടി എഴുതി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ടെൻസിയൊക്കെ പോകും. മിസ്സേ, അന്ന് നമ്മൾ എക്സാം ഒരുപാട് എഴുതിയെടുത്തിട്ടില്ല. ഐ എന്ന് പറയുമ്പോ ഐ റൈറ്റ്, ഹി പറയുമ്പോ ഹി റൈറ്റ്സ് എന്ന് വരും എന്നുള്ളത് നമ്മളന്ന് പറഞ്ഞുള്ളൂ. എക്സാമ്പിൾ ഒന്നും എഴുതിയില്ല. എക്സാമ്പിൾസ് എഴുതിയിട്ടില്ല എന്നാണോ പറഞ്ഞത്? അതെ, എക്സാമ്പിൾസ് എഴുതിയിട്ടില്ല. റൈറ്റ് വരും. അതല്ല, പിന്നെ സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ പ്രസന്റ് സിമ്പിളില് എസ് ആഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മള് ഹി റൈറ്റ്സ്, ഷീ റൈറ്റ്സ് എന്ന് വരും. ഐ ആണെങ്കിൽ ഐ റൈറ്റ്, ഐ റൺ അങ്ങനെ വരുള്ളൂ എന്ന് അത്രേ പറഞ്ഞുള്ളൂ. ഇനി നമ്മള് കൂടുതൽ ഒന്നും എഴുതിയിട്ടില്ല. അപ്പോ ഓരോ സബ്ജക്ട് വെച്ചിട്ടും എക്സാമ്പിൾ എഴുതും. ഓക്കെ മിസ്, നിങ്ങൾ തന്നെ പറയണം. ഓരോരുത്തരായിട്ട് എക്സാമ്പിൾ പറയാ, നോട്ട്ബുക്കിൽ എഴുതാം. ഇപ്പോ നിങ്ങൾക്കത് കേൾക്കുമ്പോ കുറച്ച് സിമ്പിൾ ആയിട്ട് തോന്നുന്നില്ലേ? നമ്മൾ വേർബും എല്ലാം പഠിച്ച് സബ്ജക്റ്റ് എല്ലാം പഠിച്ച് വന്നാല് ഇത് പറയുമ്പോ സിമ്പിൾ ആണ്. ഇനി അങ്ങോട്ടും എല്ലാം സിമ്പിൾ ആയിരിക്കും. ഓക്കെ, എക്സാമ്പിൾ പറയൂ എല്ലാവരും. I eat breakfast every morning. I eat breakfast every morning. Yeah, I eat breakfast every morning. Yeah, habits ആണ്. Habits പറയാം. Then I write a story പറ്റൂലേ? അത് പ്രസന്റ് അല്ലേ? അത് എന്താ പ്ലൂരൽ സബ്ജക്റ്റ് ആകുമ്പോ ഐ റൈറ്റ് എന്ന് വരും. അതല്ല സിംഗുലർ ആവുമ്പോ ഹി ഷീറ്റ് ആവുമ്പോ ഷീ റൈറ്റ്സ് എ സ്റ്റോറി എന്ന് വരും. അത് റൈറ്റ്സ് വരും. റൈറ്റ്സ് വരും. ഓക്കെ, നമ്മുടെ ഹാബിറ്റ് പറയാനും യൂണിവേഴ്സൽ ട്രൂത്ത് പറയാനും ഒരു ഫിക്സഡ് പ്രോഗ്രാം പറയാനും നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. അതായത് ഫിക്സഡ് പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മളെ ഒരു കാര്യം ഫിക്സ് ചെയ്ത് വെച്ചൊരു കാര്യമാണ്. ഇപ്പോ സ്കൂൾ ഓപ്പൺസ് 2nd June.
സ്കൂൾ ഓപ്പൺ സെക്കൻഡ് ജൂൺ എന്ന് പറയുന്നതാണ്. പക്ഷെ ഇത് ഫ്യൂച്ചറിലെ കാര്യമാണ്. 2-ാം തീയതി തുറക്കുക എന്നാ പറയുന്നത്, ഫ്യൂച്ചറിലെ കാര്യമാണ്. പക്ഷെ ഇത് ഫിക്സഡ് പ്രോഗ്രാം ആണ്. സോ ഫിക്സഡ് ആയതുകൊണ്ട് നമുക്ക് 100% ഷുവർ ആണ്, ഒരിക്കലും ചേഞ്ച് ചെയ്യില്ല. സോ നമ്മൾ ഫ്യൂച്ചറിലെ കാര്യമാണെങ്കിലും ഫിക്സഡ് പ്രോഗ്രാംസ് എല്ലാം പറയുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ് വെച്ചിട്ടാണ്. സ്കൂൾ ഓപ്പൺസ് 2nd June on 2nd June. Okay, ക്ലിയർ ആണല്ലോ? They play cricket പറഞ്ഞോട്ടെ മിസ്. എന്തോ? They play cricket. they play cricket പറയാം. നിങ്ങൾ സബ്ജക്റ്റും വെർബും ഫോക്കസ് ചെയ്താൽ മാത്രം മതി. ഒബ്ജക്റ്റ് എന്താ നിങ്ങൾ കറക്റ്റ് ആയിട്ടേ പറയുള്ളൂ. അതുകൊണ്ടാണ് ആ സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ട് സെന്റൻസ് പറയാൻ പറയുന്നത്. ഓക്കെ, ഡേയുടെ കൂടെ പ്ലേ ആണ് വരാം, കറക്റ്റ് ആണ്. Then അപ്പൊ മിസ്സേ ഐ വാച്ച് ടി വി എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ടി വി കാണണ പറയുമ്പോഴേ അപ്പൊ അത് ഷീ ആകുമ്പോ വാച്ച് എന്ന് വരുമോ? എസ് ആഡ് ചെയ്യേണ്ടി വരുമോ? വരും. She watches TV. ഞാൻ ചെയ്യുന്നു എന്ന് പറയണതിന്റെ കൂടെ പിന്നെ മറ്റൊരാളാകുമ്പോ അത് ഹി ഷീ അതായത് സിംഗുലർ സബ്ജക്റ്റ് ആകുമ്പോ അതിന്റെ ഒക്കെ കൂടെ എസ് ആഡ് ചെയ്യണം. അത് വാച്ച് ആണെങ്കിൽ വാച്ച് എന്നാവും, അതുപോലെ പ്ലേ ആണെങ്കിൽ പ്ലേസ് അങ്ങനെ അങ്ങനെ ഉണ്ട്. മീനിങ് സെയിം ആണ്, പക്ഷെ വെർബിന് മാറ്റം വരുന്നേ ഉള്ളൂ. സിംഗുലറും പ്ലൂറലും അനുസരിച്ച് വെർബിന് മാറ്റം വരും. വെർബിന്റെ കൂടെ എസ് ആഡ് ചെയ്യേണ്ടി വരും സിംഗുലർ ആണെങ്കിൽ. ഓക്കെ, ഇത് വെർബിന്റെ കാര്യത്തിലാണ്. വെർബിന്റെ കാര്യത്തിൽ വെർബ് സിംഗുലർ ആവണമെങ്കിൽ എസ് ആഡ് ചെയ്യണം. ഒരു നൗണിന്റെ കാര്യത്തിൽ എന്താണ്? ഒരു നൗണ് നൗണിന്റെ കൂടെ അതെ, വെർബിന് സിംഗുലർ ആക്കാൻ എസ് ആഡ് ചെയ്യണമെങ്കിൽ നൗണിനെ പ്ലൂറൽ ആക്കാനാണ് എസ് ആഡ് ചെയ്യേണ്ടത്. ആരൊക്കെ വരുന്നുട്ടോ? അതാണ് നമ്മൾ നേരത്തെ സിംഗുലർ നൗൺ പ്ലൂറൽ നൗൺ എന്ന് പഠിച്ചില്ലേ? ബോയ് ബോയ്സ് അതൊക്കെ നൗൺ ആണ്. ഇവിടെ വെർബ് ആണ് വന്നിരിക്കുന്നത്. സിംഗുലർ വെർബ് എസ് ആഡ് ചെയ്യണം സിംഗുലർ ആവണമെങ്കിൽ. ആർക്കോ വരുന്നേ? ഓക്കെ, ക്ലിയർ ആണോ? എക്സാം വെച്ചൊക്കെ കഴിഞ്ഞു, എഴുതി കഴിഞ്ഞു, ക്ലിയർ ആണല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അവൻ ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിക്കുന്നു. പറയൂ. അവൻ ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിക്കുന്നു. വേണമെങ്കിൽ മലയാളം എഴുതി വെക്കാം കേട്ടോ. മലയാളം എഴുതി വെച്ചിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാം. അവൻ ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിക്കുന്നു. എന്താണ് പറഞ്ഞത്? He plays cricket in the ground. On the ground വരും. എന്തിനാണ് പ്രിപ്പോസിഷൻ പഠിപ്പിച്ചത്? On the ground ആണോ മാം വരാ? അതെ, ഓൺ ദ ഗ്രൗണ്ട് ഇല്ലേ വരാ? ഇതാണ് ഞാൻ പ്രിപ്പോസിഷൻ പഠിപ്പിക്കുന്നത്. ഓക്കെ, പ്രിപ്പോസിഷനൊക്കെ ആവശ്യം വരും. He plays cricket on the ground. അവൾ 7 മണിക്ക് എണീക്കുന്നു. 7 മണിക്ക് എണീക്കുന്നു. She wake up. She wake up in the morning. At hello. അവൾ എല്ലാ ദിവസവും അത് നമ്മൾ എഴുതിയിരുന്നു. She gets up 6 o'clock every morning. അതെങ്ങനാ? ഗെറ്റിന്റെ കൂടെ ഗെറ്റ്സ് അപ്പ് അങ്ങനെയാണോ? ഗെറ്റ്സ് അപ്പും പറയാം, കുഴപ്പമില്ല. എണീക്കുക, ഗെറ്റ്സ് അപ്പ്, ഉണരുക, വേക്കം, അതൊക്കെ ഞാൻ പറഞ്ഞു.
നമ്മള് അത് ഏത് പറഞ്ഞത് കൊണ്ട് മിസ്റ്റേക്ക് ഒന്നുമില്ല. പക്ഷെ ഞാനത് കുറച്ചുകൂടെ ക്ലാരിറ്റി വരുത്തിയതേ ഉള്ളൂ. ഇപ്പോ എണീക്കുക എന്ന് പറയുന്നുണ്ട്, ഉണരുക എന്ന് പറയുന്നു. എണീക്കുക എന്നാണെങ്കിൽ ഗെറ്റ് അപ്പ് എന്ന് പറയാം, ഗെറ്റ് അപ്പ്. ഉണരുക എന്നാണെങ്കിൽ വേക്കപ്പ് ആണ്, വേക്കപ്പ്. അപ്പൊ മിസ്സേ, അപ്പൊ ഞാൻ ദിവസം 6 മണിക്ക് എഴുന്നേൽക്കുന്നു പറയുകയാണെങ്കിൽ ഐ വേക്കപ്പും, അപ്പൊ അവൾ ഉണരുന്നു പറയുകയാണെങ്കിൽ ഷീ വേക്സ് അപ്പും, അങ്ങനെയാണോ വരിക? അതെ അതെ, അങ്ങനെയാണ് വരാ. പക്ഷെ പറഞ്ഞില്ലായിരുന്നു. She wakes up at 7 p.m. every morning എന്നാണോ വരിക മാം? She wakes up 7 p.m. 7 a.m. at every morning. No. She wakes up every day at 7 a.m. Okay. Preposition യൂസ് ചെയ്യണം കറക്റ്റ് ആയിട്ട്. ഞാൻ പറഞ്ഞു എല്ലാ ദിവസവും എന്നാ പറഞ്ഞു, എവ്രി ഡേ. എല്ലാ ദിവസവും രാവിലെ ആണെങ്കിലോ she wakes up 7 o'clock every day in the morning എന്ന് പറയാം. മനസ്സിലായോ? എല്ലാ ദിവസവും രാവിലെ. ഇവിടെ ഞാൻ പറഞ്ഞത് അവൾ എല്ലാ ദിവസവും 7 മണിക്ക് എഴുന്നേൽക്കുന്നു. She wakes up every day at 7 o'clock. She wakes up at 7 o'clock every day എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, മിസ്റ്റേക്ക് ഒന്നുമില്ല. കറക്റ്റ് ആയിട്ട് പ്രൊപ്പോസിഷൻ ഒക്കെ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യണം, വെർബ് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യണം, അത്രേ ഉള്ളൂ. മലയാളം ചോദിക്കുമ്പോ കറക്റ്റ് ആയിട്ട് തന്നെ ആൻസർ വരണം കേട്ടോ. നിങ്ങൾ സ്ട്രക്ചർ പഠിച്ചപ്പോ ഓക്കെ, സിംഗിൾ വെർബിന്റെ കൂടെ സിംഗിൾ സബ്ജക്റ്റ് ആണ്. പക്ഷെ ഇതൊക്കെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഒരു സെന്റൻസ് മേക്ക് ചെയ്യുമ്പോൾ അതെല്ലാം ഫോളോ ചെയ്യണം. ഓക്കെ, ക്ലിയർ ആണോ? അവൾ സ്റ്റേജിൽ പാട്ട് പാടുന്നു. അവൾ സ്റ്റേജിൽ പാട്ട് പാടുന്നു. She sings a song at the stage. On the stage. ഞാൻ കേട്ടിട്ടില്ല, അതുകൊണ്ടാണ് അറ്റ്യാണോ ഓൺ ദി ആണോ എന്നുള്ളൊരു ഡൗട്ട്. ഓൺ ദി സ്റ്റേജ്. ഒരു സർഫേസിന് സർഫേസ് ആണെങ്കിൽ നമ്മൾ ഏത് പ്രൊപ്പോസിഷനാ യൂസ് ചെയ്യാ? ഓൺ അല്ലേ? മാത്രമേ പാടുള്ളൂ, പറയോ? ഇല്ലല്ലോ. എന്തോ ഷീ സിംഗ്സ് മാത്രമല്ല, ഷീ സിംഗ്സ് എ സോങ് പറയോ? സോങ് പറയൂലല്ലോ. പറയും. ഞാൻ പാട്ട് പാടുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്, പാട്ട് പാടുന്നു അപ്പൊ പറയും. അല്ലാതെ അവിടെ സ്റ്റേജിൽ പാടുന്നു എന്ന് പറഞ്ഞാല് she sings on the stage, അല്ലെങ്കിൽ പാട്ട് പാടുന്നു ആണെങ്കിൽ she sings a song on the stage എന്ന് പറയും. അവിടെ സോങ് പറഞ്ഞില്ലെങ്കിൽ മിസ്റ്റേക്ക് ഒന്നും ഇല്ല കേട്ടോ, പാടുന്നത് പാട്ടാണല്ലോ. ഓക്കെ, അപ്പൊ she sings on the stage എന്ന് പറഞ്ഞാല് മുഴുവനാകുമോ സെന്റൻസ്? കുഴപ്പമൊന്നുമില്ല. She sings on the ഇംഗ്ലീഷ് പല രീതിയിലും പറയാം, പക്ഷെ നമുക്ക് കേൾക്കാൻ കുറച്ചുകൂടെ നല്ല രീതിയിൽ ഏതാണ് കുറച്ചുകൂടി ബെറ്റർ? She sings a song on the stage ആണോ she sings on the stage ആണോ? She sings on the stage. രണ്ടും മീനിങ് നമുക്ക് മനസ്സിലാവുന്നില്ലേ? രണ്ടും സെയിം ആണ്, രണ്ടും യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഇങ്ങനെ എത്രയും കാര്യങ്ങൾ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ വെർബ് ആണ്. സിംഗുലർ സബ്ജക്റ്റിന് കൂടെ യൂസ് ചെയ്യുന്ന വെർബ് സിംഗുലർ ആയിരിക്കണം, അത് മാത്രം നിങ്ങൾ ഫോളോ ചെയ്താൽ മതി, ബാക്കിയെല്ലാം ഓക്കെ ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? മിസ് അത് ഒന്നും കൂടി പറഞ്ഞുതരാം. അവിടെ എന്നും 7 മണിക്ക് എഴുന്നേൽക്കും എന്നുള്ളത് ഒന്നും കൂടി പറഞ്ഞുതരാം സെന്റൻസ് ഇംഗ്ലീഷില്. She wakes up at 7. അത് വരെ അറിയാം, പക്ഷെ അവിടുന്ന് അങ്ങോട്ട് ആ ടൈം പറയുമ്പോ എങ്ങനെയാ പറയണത്? She wakes up at 7 o'clock അല്ലെങ്കിൽ 7 a.m. every day പറയാം, അല്ലെങ്കിൽ she wakes up every day at 7 a.m. അല്ലെങ്കിൽ 7 o'clock എന്ന് പറയാം. അറ്റ് ചേർക്കണല്ലേ? പിന്നെ അറ്റ് ചേർക്കണം, ടൈം വന്നാൽ അറ്റ് ചേർക്കണം. ഓക്കെ സർ.
ഇപ്പൊ നമ്മൾ ഷി വേക്സ് അപ്പ് 7 o'clock എവറി ഡേ എന്ന് പറഞ്ഞാൽ അവിടെ എന്തെങ്കിലും ഒരു മിസ്സിംഗ് കാണിക്കും. പക്ഷെ അറ്റ് ചേർത്തില്ല എന്ന് പറഞ്ഞ് മിസ്റ്റേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ സംസാരിക്കുന്നിടയിൽ അറ്റില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് നമ്മൾ എഴുതുമ്പോൾ അവിടെ ഗ്രാമർ മിസ്റ്റേക്ക് ആയിട്ട് വരും. മനസ്സിലായോ? ഓക്കെ. ഇനി എന്താണ്? അവൾ അവൾ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകുന്നു. അവൾ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകുന്നു. പറയൂ. അവൾ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകുന്നു. നിങ്ങൾ ആ മലയാളം സെന്റൻസ് ഒന്ന് എഴുതുക. ഫസ്റ്റ് എഴുതുക. അവൾ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകുന്നു. ഈ തന്നിരിക്കുന്ന സെന്റൻസില് നിങ്ങൾക്ക് ഓരോ വേർഡിന്റെയും ഇംഗ്ലീഷ് അറിയാലോ. അവൾ സബ്ജക്റ്റ് ആണ്. She goes to church every Sunday. ഇനി ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റാത്തവരാരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഓപ്പൺ ആയിട്ട് പറയാം, ഞങ്ങൾ ക്ലിയർ ചെയ്ത് തരാം. അതല്ലേ മിസ്, ആ ഗോ എന്നുള്ളത് ഗോസ് എന്നാകുമ്പോഴേ വെറും എസ് അത് ES ചേർക്കോ എന്നുള്ളതാ ഡൗട്ട്. അതൊക്കെ സ്പെല്ലിംഗ് അത് അറിയണം. ഗോസ് എന്ന് പറയുമ്പോ ES ആഡ് ചെയ്യണം. ES ആഡ് ചെയ്യണ്ടേ എന്നുള്ളതാണ്. അതായത് ഐ ഗോ എന്നുള്ളതാകുമ്പോ ഗോസിലേക്ക് ആകുമ്പോ ES ആഡ് ചെയ്യുന്നു പറഞ്ഞു. പക്ഷെ ES ആഡ് ചെയ്യണോ എന്നുള്ളതൊരു ഡൗട്ട് ആയിരുന്നു. ES ആഡ് വേർഡില് എസ് ആഡ് ചെയ്യേണ്ടി വരും, ES ആഡ് ചെയ്യേണ്ടി വരും, IES ആഡ് ചെയ്യേണ്ടി വരും. അതൊക്കെ വെറുതെ അനുസരിച്ചിരിക്കും കേട്ടോ. ഗോസ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് അറിയാലോ എന്ന് വിചാരിച്ചാ. ഗോസ് മിസ്സേ സാധാ സ്കൂളിൽ പഠിച്ചവർക്ക് ഇതൊക്കെ സ്പീഡിൽ അങ്ങനെ എടുത്തു പോവുകയെ ചെയ്യുള്ളൂ. നമുക്ക് പഠിക്കണം എന്നൊക്കെ ആ സമയത്ത് ആഗ്രഹം ഉണ്ടാവും. പക്ഷെ ആ സമയത്ത് ഒന്നും കിട്ടൂല. അപ്പൊ അവിടുത്തെ ടീച്ചർമാര് പറയണ പോലെ അങ്ങനെ എഴുതി വെച്ച് പോകും. അപ്പൊ ഭയങ്കര ഡൗട്ടുകൾ വരും. ഇപ്പോഴാണ് അത് ഒന്ന് ശരിക്കും പഠിക്കണം. പിന്നീട് പഠിക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. ഇപ്പൊ കുട്ടികളെ സ്കൂളിൽ ചേർത്തവരൊക്കെ കുട്ടികളെ പഠിപ്പിക്കുമ്പോ അത് മനസ്സിലാവുണ്ടാവും. പക്ഷെ ഇപ്പൊ എനിക്ക് ആ ഒരു ഘട്ടം വന്നിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അതൊക്കെ ഭയങ്കര ഡൗട്ടാ. മലയാളം മീഡിയത്തിൽ പഠിച്ചതിന്റെ കുഴപ്പമാട്ടോ, സാധാ സ്കൂളിൽ പഠിച്ചതിന്റെ കുഴപ്പം. അതുകൊണ്ടാണ് ചോദിച്ചത്. ഗോസ് വരുമ്പോ ES ചേർത്തിട്ട് അന്നൊന്നും നമ്മളിങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. ടീച്ചർമാര് പഠിപ്പിച്ചു തന്നിട്ടില്ല. ബേസ് ഒന്നും പഠിപ്പിച്ചു തന്നില്ല. അതൊക്കെ ഞാൻ അടുത്താണ് ഇതൊക്കെ അറിയുന്നത്. കറക്റ്റ് ആയിട്ട് പഠിക്കുന്നത് ഇപ്പോഴും തന്നെയാണ്. ഞാൻ എന്തായാലും അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇത് തന്നെ മലയാളത്തിൽ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് സിംഗിൾ പ്രസന്റ് കറക്റ്റ് ഒന്ന് നന്നായിട്ട് മനസ്സിലായതിനു ശേഷം മാത്രം അടുത്ത ടെൻസിലേക്ക് പോയാൽ മതി. അപ്പൊ നന്നായിട്ട് നോക്കാം. എന്തൊക്കെ ഡൗട്ട് ഉണ്ടെന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നമുക്ക് പറയാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ക്ലിയർ ചെയ്യാം. എന്നിട്ട് മാത്രം അടുത്ത ടെൻസിലേക്ക് പോവുള്ളൂ. അല്ലാതെ വെറുതെ പോയിട്ട് കാര്യമൊന്നുമില്ല. സ്പീഡിൽ പോകണ്ട, പയ്യെ പോവാം. എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്ത് പയ്യെ പോയാൽ. കാരണം ഇനി ഇത് ഇവിടെ പഠിച്ചില്ലെങ്കിൽ ഇനി നിങ്ങൾ ഒരിക്കലും ഇത് പഠിക്കില്ല. സോ ഈ കോഴ്സോട് കൂടി നമുക്ക് നമ്മുടെ ടെൻസ് എന്ന് പറയുന്ന ഏറ്റവും ടഫസ്റ്റ് ആയ ഡൗട്ട്ഫുൾ ആയ ഒരു പോർഷൻ നമുക്ക് ക്ലിയർ ചെയ്യാം. ഓക്കെ ഓക്കെ മിസ്. ഓക്കെ, സോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. സോ സൈൻ ഔട്ട് പറയും. സൈൻ ഔട്ട്. I never dreamed about success. I worked for it. ഞാൻ ഒരിക്കലും വിജയത്തെക്കുറിച്ച് സ്വപ്നം കണ്ടിട്ടില്ല. ഞാൻ അതിനായി പ്രവർത്തിച്ചു. സൈൻ ഔട്ട് ബൈ ഫാത്തിമ. Okay. Yeah. Thank you. Thank you all. See you on next class. Okay, bye. Thank you, ma'am. Thank you, ma'am.